ഹലോ സായി സർ, സൈറക്സ് ടൈൽ അഡസീവിൽ ഏതൊക്കെ തരത്തിലുള്ള അഡസീവ് ലഭ്യമാണ്? സൈറക്സ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയിൽ ടൈൽസ്, സ്റ്റോണ്, സെറാമിക് ടൈൽസ്, വിട്രിഫൈഡ് ടൈൽസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ടൈൽസ്, സ്റ്റോൺ ഉൽപ്പന്നങ്ങളും ഏത് പ്രതലത്തിലും ഒട്ടിക്കാൻ പറ്റുന്ന ടൈൽ അഡസീവ്സ് ഇപ്പോൾ ലഭ്യമാണ്. അതായത് C1 ഗ്രേഡിലുള്ളതും C1 TE ഗ്രേഡിലുള്ളതും C2 ഗ്രേഡിലുള്ളതും C2 TE, C2 TE S1 ഇങ്ങനെ പല തരത്തിലുള്ള ടൈൽ അഡസീവ്സ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ലഭ്യമാണ്. സൈറക്സ് പ്രൈം സെറ്റ് T05 ഇത് C1 ഗ്രേഡിലും സൈറക്സ് സൂപ്പർ സെറ്റ് T10 C1 TE ഗ്രേഡിലുമാണ് ഉള്ളത്. ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ സെറ്റ് T10 മീഡിയം ഫോർമാറ്റ് 4x2 വരെയുള്ള ടൈലുകൾ ടൈലോൺ ടൈൽ പർപ്പസിൽ ഫ്ലോറിലും അതേപോലെ 10 അടി ഹൈറ്റിൽ നോർമൽ വോളിലും ഉപയോഗിക്കാവുന്നതാണ്. സൈറക്സിലെ C2 TE ഗ്രേഡിലുള്ള ഏത് അഡസീവ് ആണ് ഉള്ളത്? സൈറക്സിൽ പ്രധാനമായിട്ടും 3 ടൈൽ അഡസീവ് C2 ഗ്രേഡിലാണ് വരുന്നത്. അതായത് പവർ സെറ്റ് T15 എന്ന് പറഞ്ഞ ഗ്രേഡ് C2 TE വരുന്നതാണ്. മാസ്റ്റർ സെറ്റ് T20 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് C2 TE S1 വരുന്നതാണ്. ടോപ്പ് സെറ്റ് T25 എന്ന് പറയുന്ന പ്രോഡക്റ്റ് C2 TE S1 വരുന്നതാണ്. C2 TE വരുന്ന പ്രോഡക്റ്റ് നമുക്ക് എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഇന്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് 3 ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ ഇമേഷൻ ടെസ്റ്റ്, ഹീറ്റ് ഏജിംഗ് ടെസ്റ്റ്, നോർമൽ പുൾ ഓഫ് സ്ട്രെങ്ത് ടെസ്റ്റ്. ഈ 3 ടെസ്റ്റിലും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ 1 മുകളിൽ വാല്യൂ കിട്ടുന്ന പുൾ ഓഫ് സ്ട്രെങ്ത് വാല്യൂ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് C2 ഗ്രേഡ് ടൈൽ അഡസീവുകൾ. ഇടയ്ക്ക് സാർ പറഞ്ഞല്ലോ C2 TE S1 ടൈൽ അഡസീവ്, അതെന്താണെന്ന് പറയാമോ? C1 TE, C2 TE, അതേപോലെ C2 TE S1 ഈ പറയുന്നതൊക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൈൽ അഡസീവിന്റെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. C1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് C എന്ന് പറയുന്നത് സിമെന്റീഷ്യസ് എന്നുള്ളതാണ്, സിമെന്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൈൽ അഡസീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 എന്നതുകൊണ്ട് ഹൈ അഡ്ഹഷൻ സ്ട്രെങ്ത് എന്നും, T എന്ന് പറയുന്നത് കൊണ്ട് ആന്റി സ്ലിപ്പ് അല്ലെങ്കിൽ ഭിത്തിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്ലിപ്പ് ആവില്ല എന്നുള്ളതും, അതേപോലെ E എന്ന് പറഞ്ഞ എക്സ്റ്റൻഡഡ് ഓപ്പൺ ടൈം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സാർ ടെൻസിൽ അഡഷൻ എന്ന് പറയുന്നത്? ടെൻസിൽ അഡഷൻ എന്ന് പറഞ്ഞത് ഇത് ടൈൽ അഡസീവ് ഒട്ടിച്ചു കഴിയുമ്പോൾ ടൈൽ അഡസീവ് ഒട്ടിച്ചു കഴിയുമ്പോൾ ഔട്ടാനെടുക്കുന്ന സ്ട്രെങ്തിനെയാണ് ടെൻസിൽ അഡഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഓരോ സംഗതികൾ അളക്കുമ്പോൾ സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഇങ്ങനെ അളക്കുന്നത് പോലെ ടൈൽ അഡസീവിന്റെ സ്ട്രെങ്ത് അളക്കുന്ന ഒരു മെത്തേഡാണ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളത്. അതായത് ടെൻസിൽ അഡ്ഹഷൻ 0.5 മുകളിലാണെങ്കിൽ C1 ഗ്രേഡിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുകയും, അതേപോലെ ടെൻസിൽ അഡ്ഹഷൻ അത് പുൾ ഓഫ് സ്ട്രെങ്ത് വാല്യൂ എന്ന് പറയും. പുൾ ഓഫ് സ്ട്രെങ്ത് വാല്യൂ 1 മുകളിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് C2 ഗ്രേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. C2 TE S1 എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ C2 TE എന്താന്ന് പറയുകയുണ്ടായി. S1 എന്ന് പറഞ്ഞ ഡിഫോമിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെത്തേഡാണ്. അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈൽ അഡസീവാണ് S1 എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഫ്ലെക്സിബിൾ ടൈൽ അഡസീവ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. പൊതുവെ നമ്മൾ ടൈൽസ് ഒക്കെ ഇളകി പോയത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകുക പുറം ചുമരുകളിലൊക്കെ ആയിരിക്കും. അതായത് ടൈൽസിന് വെയിലടിക്കുമ്പോൾ ഒരു വികാസം ഉണ്ടാവുകയും ടൈൽ അഡസീവിന് വികാസം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ടൈൽസ് ഇളകി പോവുക. അതുകൊണ്ടാണ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈൽ അഡസീവ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷീറ്റിൽ നമ്മുടെ ടൈൽ അഡസീവ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കളക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകില്ല, ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് C2 TE S1 ഗ്രേഡിലുള്ള ടൈൽ അഡസീവ് എന്ന് പറയുന്നത്. എന്താണ് സാർ ഈ വാട്ടർ ഇമേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? വാട്ടർ ഇമേഷൻ ടെസ്റ്റ്, ഹീറ്റ് ഏജിംഗ് ടെസ്റ്റ്, അതേപോലെ നോർമൽ പുൾ ഓഫ് സ്ട്രെങ്ത് ടെസ്റ്റ്, ഈ 3 ടെസ്റ്റ് ആണ് C2 TE ഗ്രേഡിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. വാട്ടർ ഇമേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈൽസ് ഒട്ടിച്ചതിന് ശേഷം 14 ദിവസം നോർമൽ ക്ലൈമറ്റിൽ വെക്കുകയും പിന്നീട് 14 ദിവസം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം 28ാമത്തെ ദിവസം പുൾ ഓഫ് സ്ട്രെങ്ത് വാല്യൂ ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ചെയ്യുന്നതാണ് ഹീറ്റ് ഏജിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 14 ദിവസം ഈ ടൈൽസ് നോർമൽ ക്ലൈമറ്റിൽ വെക്കുകയും 14 ദിവസം ഓവനിൽ വെച്ചിട്ട് 70 ഡിഗ്രി ഇതിൽ ചൂടാക്കുകയും ചെയ്തതിനു ശേഷം 28ാമത്തെ ദിവസം ചെയ്യുന്ന ടെസ്റ്റാണ് ഹീറ്റ് ഏജിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ 3ാമത് നോർമൽ ക്ലൈമറ്റിൽ വെച്ചിട്ട് 28 ദിവസം വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോർമൽ പുൾ ഓഫ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. ശരിക്കും ടൈൽ അഡസീവിന്റെ ഒരു ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് 28 ദിവസമാണ്. ആ 3 ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വെയിലും തണുപ്പുമുള്ള കാലാവസ്ഥകൾ മാറി മാറി വരുന്നുണ്ട്. ഏത് കാലാവസ്ഥയും പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈൽ അഡസീവ് ആയിരിക്കണം നമുക്ക് പുറം ചുമരുകളിലേക്ക് ഒട്ടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ C2 TE ഗ്രേഡിലേക്ക് വരുന്ന ടൈൽ അഡസീവ്സ് ഇങ്ങനെ 3 ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നത്. സാർ ഇപ്പോൾ എക്സ്റ്റൻഡഡ് ഓപ്പൺ ടൈം പറഞ്ഞല്ലോ, അതെന്താണെന്ന് വിശദീകരിക്കാമോ? എക്സ്റ്റൻഡഡ് ഓപ്പൺ ടൈം എന്ന് പറയുന്നത് ടൈൽ അഡസീവ് ടൈൽസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ എടുക്കുന്ന സമയമാണ് എക്സ്റ്റൻഡഡ് ഓപ്പൺ ടൈം എന്ന് പറയുന്നത്. ശരിക്കും എന്തിനാണ് എക്സ്റ്റൻഡഡ് ഓപ്പൺ ടൈം നമ്മൾ ടൈൽസിൽ മനസ്സിലാക്കേണ്ടത്? നമ്മളിപ്പോൾ വലിയ ടൈൽസ് ഒക്കെ ഒട്ടിക്കുന്നത്, അതായത് 6x4 സൈസിലുള്ള ടൈൽസ് ആണ് നമ്മൾ ഒട്ടിക്കുന്നത് വിചാരിക്കുക. 6x4 സൈസ് ടൈൽസ് പ്രതലത്തിൽ ഒട്ടിക്കുമ്പോൾ ടൈൽസിലും അതേപോലെ തന്നെ ആ പ്രതലത്തിലും ടൈൽ അഡസീവ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഈ 6x4 എന്ന് പറയുമ്പോൾ 24 സ്ക്വയർ ഫീറ്റ് ആണ് ടൈൽസിന്റെ വലിപ്പം വരിക. അതേപോലെ ആ പ്രതലത്തിലൂടെ ടൈൽ അഡസീവ് അപ്ലൈ ചെയ്യുമ്പോൾ 48 സ്ക്വയർ ഫീറ്റ് നമുക്ക് ടൈൽ അഡസീവ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ടൈൽസിന്റെ ഒരു ഭാഗത്തു നിന്നും ടൈൽ അഡസീവ് അപ്ലൈ ചെയ്ത് ഈ 48 സ്ക്വയർ ഫീറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ടൈൽ അഡസീവ് ആദ്യം ചെയ്ത് ഉണങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് എക്സ്റ്റൻഡ് ഓപ്പൺ ടൈം വലിയ സൈസ് ഇരിക്കുമ്പോൾ ടൈൽ അഡസീവ് ആവശ്യമാണ് എന്ന് നമ്മൾ പറയുന്നത്.